ഹായ്, എൻ്റെ കസിൻസ് വന്നിട്ടുണ്ട്. കസിൻസ് മീൻസ് എൻ്റെ പൊന്നും ജൂലിയാൻ്റെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണാൻ പോകാം. അവർക്ക് തൃശ്ശൂർ വെച്ചൊരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് അവർ തിരിച്ചു പോകും. അപ്പോൾ എന്തായാലും വന്നതല്ലേ, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഞാനുണ്ട്, കുഞ്ഞാട്ടനും ഉണ്ട്. കുഞ്ഞാട്ടൻ എടപ്പള്ളിയിൽ നിന്നാണ് എൻ്റെ കൂടെ വന്നത്. അങ്ങനെ നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു, നല്ല സൂപ്പർ മഴയായിരുന്നു. പിന്നെ ഒരുമിച്ച് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും വൈകിട്ട് 3 മണിയായി. നേരത്തെ വരാൻ പറഞ്ഞതാണ്. എന്താണല്ലേ മഴയുടെ തീവ്രതയിൽ നമ്മുടെ പൊന്നിവിടെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കമൊന്നുമല്ല, അവൾ അഭിനയിക്കുന്നതാണ്. അവളാണ് മിടുക്കി നമ്മളുടെ കൂട്ടത്തിൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡൊക്കെ കഴിച്ച് ഊബറും എടുത്ത് നേരെ ലുലു മോളിലേക്ക് പോയി. ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് നമ്മൾ ലുലു മോളിൽ എത്തുന്നത്. അത് വേറെ കാര്യം. എല്ലാത്തിനും ഭയങ്കര പ്ലാനിങ് കുറച്ച് കൂടുതലായി. പുറത്തു പോകാൻ ആക്ച്വലി പൊന്നുവിൽ താല്പര്യമായിരുന്നില്ല. പിന്നെ ലുലു മാൾ ആയതുകൊണ്ട് കുഴപ്പമില്ല, ബിക്കോസ് നമുക്ക് ലഗേജ് എല്ലാം അവിടെ തന്നെ വയ്ക്കാം. പിന്നെ കുറച്ച് ഫുഡൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ കഴിക്കാം. എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ലുലുവിൽ പോയി. അങ്ങനെ നമ്മൾ ലുലുന്ന് ഒരു ഈവനിങ് ടൈം ആയപ്പോഴത്തേക്ക് ഇറങ്ങി നമ്മുടെ ജുലിയാൻ്റിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു ഫ്ലാഷ് ബൂത്ത് എന്ന് പറഞ്ഞ ഫോട്ടോസ് എടുക്കുന്നൊരു മിനി ഫോട്ടോസ് എടുക്കുന്നൊരു ഇത് കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ കയറിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഈവനിങ് ടൈം ആയതുകൊണ്ടും മെട്രോയിൽ തീരെ തിരക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല. പിന്നെ ആലുവ എത്താനായപ്പോഴാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് ചില്ലടിച്ച് ഞങ്ങളൊരു 6:30 ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ആലുവ എത്തി. പിന്നെ നല്ല ട്രാഫിക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വണ്ടിയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഫൈനലി നമുക്കൊരു ഓട്ടോ കിട്ടി. നമ്മളവിടെ എത്തി. 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കാണുന്ന ഒരു ധന്യ മുഹൂർത്തമാണ് നിങ്ങൾ ഈ കാണുന്നത്. 2 പേർക്കും എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത് ഒന്നും ഒരു ഓർമ്മയും പിടുത്തവും. അങ്ങനെ അവരുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി, നൈറ്റായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന്. അങ്ങനെ അവർ ബൈ ബൈ പറയുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗും ബൈ ബൈ പറയുകയാണ്. ഓക്കെ, ടാറ്റാ.